അപ്പൊ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇന്നലെ സർക്കസ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം ഇതുവരെ എനിക്ക് സർക്കസ് പുറമെ ഇങ്ങനെ പോസ്റ്ററുകൾ കാണാന്നല്ലാണ്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എനിക്കത് കാണാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ പണ്ടത്തെ പോലെ മൃഗങ്ങളൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ സർക്കസ്. പണ്ടാണെങ്കിൽ മൃഗങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന നിയമപരമായിട്ട് എന്തോ തടസ്സമുണ്ട്, ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടോ, ചെറിയ ചെറിയ കുട്ടികളാണ്, വലിയ പെൺകുട്ടികളൊക്കെ ചെറിയ ചെറിയ അത്ര പ്രായം തോന്നിക്കാത്ത കുട്ടികളാണ്. ഇനി പ്രായം തോന്നിക്കഴിഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. അപ്പം ഇവരൊക്കെ അത്രയേറെ എന്താ പറയാ, ഒരു സാധാരണ ജോലി പോലെ എനിക്ക് തോന്നിയില്ല. ഈ സർക്കസിന്റെ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നല്ല മെനക്കെട്ട ജോലി പോലെ തോന്നി. കാരണം അതൊക്കെ ഒരു കറക്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യണ്ടേ. ഇവർക്ക് ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവരെ ഓരോ പ്രവൃത്തികൾ തന്നെ മൊത്തത്തിൽ അതിന്റെ കറക്റ്റ് ആ മെയിൻ്റനൻസ് വേണ്ടി വരും. അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ കഴിയില്ലല്ലോ. ഭയങ്കര റിസ്ക് തോന്നി ഇങ്ങനെ ഓരോന്ന് കാണുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു സങ്കടം തോന്നി. സങ്കടമല്ല, എന്താ പറയാ, എന്നാലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അവരതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്കിങ്ങനെ ഫീൽ ചെയ്യില്ല. നമ്മളിങ്ങനെ അതിന് മുകളിലോട്ടൊക്കെ ഒരു കയറി ഇങ്ങനെ ആടുന്നൊക്കെ സമയത്ത് അതെങ്ങാനും കൈവിട്ട് താഴെ വീണാലോ എന്നൊക്കെ നമ്മുടെ മനസ്സിലങ്ങനെ തോന്നല്ലോ. എത്ര റിസ്ക് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അതെങ്ങാനും കൈവിട്ട് താഴെ വീണാൽ എല്ലാവരും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ സാധാ ജോലിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയായിട്ട് എനിക്ക് തോന്നിട്ടോ. ഇന്നലെ സർക്കസ് രസമുണ്ടായിരുന്നു, ഞാൻ കണ്ടു നോക്കിയപ്പോൾ. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണാൻ പോയ സർക്കസാണിത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇത് ഒരു 150 രൂപ തൊട്ടിട്ടാണ് അവർ ചാർജ് ഈടാക്കുന്നത്. അതിൽ ഫസ്റ്റ് 150, പിന്നെ 300, പിന്നെ 450, 400 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു വരുന്നത്. അപ്പം ഞാനൊരു 300-ൻ്റെ ആയിട്ട് എടുത്തത്. അപ്പം എനിക്കറിയില്ല എങ്ങനെയാണ് അവർ, ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ വേറെ തരം ഷോകളായിരിക്കും, 150-ന് വേറെ ഷോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. എന്താ വെച്ചാൽ ഓരോ കാറ്റഗറി ആയിട്ട് ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം 150 ആണെങ്കിൽ കുറച്ച് ബാക്കിലായിരിക്കും ഇരിക്കേണ്ടി വരിക, 300 നടുക്ക് അല്ലെങ്കിൽ 400 ഫസ്റ്റിലായിട്ട് ഇരിക്കേണ്ടി വരും. അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഷോ ഒക്കെ സെയിം ഒരേ ഐറ്റം തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവർ ഈ സെറ്റൊക്കെ ഇടുന്നത് അങ്ങനെ ഡിലേ ഒന്നും വരുത്തുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അവർ പരിപാടികളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഒന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത പരിപാടിയിലേക്കുള്ള കാര്യങ്ങൾ അവരോട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇത്ര കെട്ടിയുണ്ടാക്കിയില്ലേ, ഇപ്പം ഇതിൽ വെച്ചിട്ട് ഇവർ ആടുന്നത് അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കൊരു ഫസ്റ്റ് ടൈമിൽ തന്നെ കണ്ടപ്പോൾ എനിക്കൊരു പേടി തോന്നിയിട്ട്. കാരണം വെച്ചാൽ നമുക്കൊരു നെഞ്ഞെടുപ്പോട് കൂടി നമ്മളിങ്ങനെ കാണുന്ന പോലെ. ഇപ്പം ജസ്റ്റ് ഒരു കൈ വിട്ടു പോയിട്ട് വെച്ചാൽ അവർ താഴെ വീഴില്ലെന്നൊക്കെ നമുക്കൊരു പേടി തോന്നുന്നല്ലോ. എനിക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറിയാൽ മതി, എന്നിട്ട് മുകളിലോട്ട് കയറിയാൽ താഴോട്ട് നോക്കിയാൽ തന്നെ എനിക്ക് തല ഇറങ്ങും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പം ഒരു ആട്ടിൻ്റെ ഇടുപ്പ് കുറച്ചൊന്ന് കൂടും. അപ്പോൾ അവരിങ്ങനെ കയറി കണ്ടോ, അവർക്ക് പക്ഷെ ഇതൊന്നൊരു പേടിയൊന്നുമില്ല കേട്ടോ. അവർ കാണുമ്പോൾ ചെറിയ മക്കളെ പോലെയൊക്കെ തോന്നുള്ളൂ, പക്ഷെ അവർ കയറി കൂളായിട്ട് തന്നെ കളിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് അല്ലേ. അവരിപ്പം എന്താ പറയുക, എല്ലാവരും ഒരേ ഒരു മനസ്സോടു കൂടി നിൽക്കണമല്ലോ. അവിടുന്ന് ഇങ്ങോട്ടേക്കൊക്കെ ഇടുന്ന ഈ കേസ് കണ്ടോ, കൈവിട്ടൊക്കെ അവർ മാറി വിട്ടെടുക്കുന്നതൊക്കെ. ഒരാൾ ജസ്റ്റ് ഒന്ന് പാളിപ്പോയാൽ അല്ലെങ്കിൽ ഒരാളെ മൈൻഡ് കറക്റ്റായിട്ടൊന്നും ഇതിലേക്ക് വന്നിട്ടില്ലെങ്കിൽ മറ്റാൾ താഴെ വീഴും. ഒരാൾ വിടുമ്പോഴത്തേക്കും മറ്റാൾ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്നതിനെ കൊണ്ടാണല്ലോ അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ശരിക്കും ആസ്വദിച്ച് തന്നെ കണ്ടിരുന്നു കേട്ടോ. ആസ്വദിച്ചെന്നല്ല, കുറച്ച് പേടിയോട് കൂടി തന്നെ കണ്ടിരുന്നു. പിന്നെ അതിലെല്ലാവരും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ നേരെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് അവരെല്ലാവരും കൈവിട്ട് ചാടിയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് അപ്പം ഇത്രയേ ഉള്ളൂ അല്ലേ. ഇപ്പം ഇങ്ങനെ ഇപ്പം കഷ്ടകാലത്തിന് താഴോട്ട് വീണു പോയാലും അവരിപ്പോൾ ചാടി, അവർക്ക് പ്രാക്ടീസ് ഉണ്ടല്ലോ. അപ്പം എനിക്ക് കുറച്ച് പേടി പോയ പോലെ തോന്നി. ആദ്യം കണ്ട ഒരു ഫീലിങ്സിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ, കുറച്ചൊരു ഫീലിങ്സ് കുറഞ്ഞു. പിന്നെ എന്താ പറയാ, ഞാൻ മൃഗങ്ങളുടെയൊക്കെ ഉണ്ടാവുന്നതും കൂടി പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷെ അവർ ബോർഡിൻ്റെ അകത്തൊക്കെ മൃഗത്തിൻ്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ മൃഗങ്ങളുടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ.
അതിപ്പോൾ ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. പക്ഷെ ഒന്നുമില്ല, ഒരു പൂച്ചേൻ്റെയോ ഒന്നും അങ്ങനത്തെ ചെറിയൊരു ഐറ്റംസ് പോലും ചെയ്തിട്ടില്ല. പിന്നെ സാധാ നമ്മൾ പിന്നെ കണ്ടതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ടി വിയിലൊക്കെ ഓൾറെഡി കുറേ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് സർക്കസുകളൊക്കെ തന്നെയാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ജോക്കേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. പക്ഷെ ജോക്കേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ജോക്കേഴ്സ് എന്താ പറയുക, വളരെ മോശമായിരുന്നു എന്ന് തോന്നി എനിക്ക്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു മൂമെൻറ്റിൽ പോലും നമുക്ക് ചിരിക്കാൻ തോന്നിയില്ല. സാധാരണ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ജോക്കേഴ്സ് കുറേ നമ്മൾ ചിരിപ്പിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. പക്ഷെ ഇതിൽ ഒറ്റപടി എനിക്ക് ചിരിക്കാനേ തോന്നിയില്ല. എന്താ പറയുക, കുറച്ച് ബോറായിട്ട് തോന്നി. ചിരിക്കാൻ വേണ്ടി അവരെന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്, പക്ഷെ നമുക്കത് ഏൽക്കുന്നില്ല, ആർക്കും അത്ര ഏറ്റിട്ടൊന്നുമില്ല എന്ന് തോന്നി. പിന്നെ ഉച്ച സമയത്തായിരുന്നു ഞാൻ പോയിരുന്നത്. ഇത് രാവിലെ ഒരു മണി 2 മണീൻ്റെ ഷോക്കാണ്, 1 മണീൻ്റെ ഷോക്കായിരുന്നു ഞാൻ കയറുന്നത്. അപ്പം നല്ല വെയിലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ചൂടും ആ ഒരു ഡിസ്റ്റർബൻസും കൂടി ഉണ്ടായിരുന്നു. കുറച്ചും കൂടി നൈറ്റൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് ലൈറ്റിംഗ് ഒക്കെ കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണും. ഇതിലിപ്പം നമുക്ക് അത്ര ഒരു എഫക്റ്റ് ഒന്നും തോന്നില്ല ലൈറ്റിങ്ങിൻ്റെ ഇതിൻ്റെ ഒന്നും. നമുക്ക് ആ ഒരു നല്ലൊരു ഫീലിങ്സ് എനിക്ക് അന്നേരം തോന്നിയില്ല. പിന്നെ ചൂടിൻ്റെയും ഒക്കെ ആയിട്ടൊക്കെ പിന്നെ കുറച്ച് കസേരകളൊക്കെ കാലിയായിരുന്നു തോന്നുന്നത്. ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേര് അത്യാവശ്യം പേരൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചൊരു ഭാഗമൊക്കെ മൊത്തത്തിൽ കാലിയായിരുന്നു തോന്നുന്നു. പക്ഷെ കുറേ നല്ല പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ അവിടെ. കുറച്ച് ഭയങ്കര ലാഗ് അടിപ്പിച്ചിട്ടൊന്നുമില്ല സർക്കസ്, പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചത്ര ആ ലെവലിലേക്ക് സർക്കസ് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം.